ഞങ്ങൾ പെർമിഷന് കൊടുത്തിട്ടുണ്ട്. എല്ലാ പരസ്യങ്ങൾക്കുമുള്ള പെർമിഷൻ എടുത്തിട്ടുണ്ട്. പെർമിഷൻ ഞങ്ങൾ തുടക്കത്തിലേ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ തുടക്കത്തിലേ പെർമിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഇനി എന്തെങ്കിലും അപൂർണതയുടെ പ്രശ്നം അത് പരിശോധിക്കാന്നേ, അതിന് നോട്ടീസ് വരട്ടെ, ഞങ്ങൾ മറുപടി കൊടുത്തോളാം. അതിന് 96 മണിക്കൂർ മുൻപ്, അതായത് കൊട്ടിക്കലാശത്തിന് ശേഷമുള്ള 2 ദിവസങ്ങളിലെ പരസ്യങ്ങൾക്ക് ഈ 96 മണിക്കൂർ മുൻപ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുടെ അനുമതി തരണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അനുമതി തേടി അനുമതി വാങ്ങിയിട്ടാണ് പരസ്യം കൊടുത്തിട്ടുള്ളത്. ഇനി അല്ലാന്ന് ആക്ഷേപമുള്ളവർ പരാതി കൊടുക്കട്ടെ. പരാതിയുടെ മുകളിൽ ഞങ്ങളോട് വിശദീകരണം ചോദിക്കട്ടെ, ഞങ്ങൾ വിശദീകരണം കൊടുത്തോളാം. ഞങ്ങൾ കൊടുത്തോളാം. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ട്രാഫിക് കേസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ പരസ്യത്തിൽ എതിർപ്പുണ്ടെങ്കിൽ? അല്ല, സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പബ്ലിക് ഡൊമൈനിൽ ഉള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, പബ്ലിക് ഡൊമൈനിൽ എത്രയോ കാലമായിട്ടുണ്ട്. അന്ന് നോവാത്ത ഷാഫിക്ക് വോട്ടെടുപ്പിന്റെ തലേ ദിവസം നോവുമ്പോൾ ആ നോവൽ എന്ത് നോവലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതെല്ലാവർക്കും മനസ്സിലാവും. ഇത് ഇന്ന് വന്ന കാര്യങ്ങളല്ലല്ലോ, എത്രയോ വർഷമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം. അന്ന് പരാതി ഉണ്ടായിട്ടുണ്ടോ? അന്ന് നിങ്ങളെ കണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടോ? അന്നൊന്നുമില്ലാത്തത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ബുദ്ധന് വെളിപാടുണ്ടായതുപോലെ ഉണ്ടായതാണോ? ആണോ? അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അപ്പൊ ഷാഫിയാണ് ഇവിടെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്നത്. അതാ പറഞ്ഞത്, ഒരു ഭാഗത്ത് എസ് ഡി പി ഐയുടെ കയ്യും പിടിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കത്ത് കയറിയിരിക്കുന്ന ഷാഫിയെ, അതെ, സന്ദീപ് വാര്യരെ ചേർത്തും പിടിക്കുന്ന ഷാഫിയെ പാലക്കാട്ടുകാർ തിരിച്ചറിയും. നിങ്ങൾ എന്തിനാ, ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം പത്രം എന്തിനാ അങ്ങനെ പറയുന്നത്? രമേശ് മനോരമയാണല്ലോ ഷാഫിയുടെ വ്യാഖ്യാനമാണത്. എത്ര അപകടകരമായ വർഗീയ മനസ്സുള്ള ഒരാൾക്ക് പത്രത്തിന് മതം ചാർത്തി കൊടുക്കാൻ പറ്റും? നാളെ നിങ്ങളെ എങ്ങനെ വിളിക്കും? അപ്പോൾ മാനേജ്മെന്റിന്റെ പേരിലാണെങ്കിൽ നിങ്ങളെ നാളെ എങ്ങനെ വിശേഷിപ്പിക്കും? നിങ്ങൾക്ക് എന്ത് ചാപ്പയടിക്കും? അല്ല, ഞാൻ പറഞ്ഞുതരാന്നേ, നിങ്ങൾ തെറ്റായ വ്യാഖ്യാനം അതാണ്. ഞങ്ങൾ ഇതൊക്കെ കേൾക്കൂ, ഞങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചതാണ്. കാരണം ഇത് കുറച്ചു കാലമായിട്ട് കേരളം കാണുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ അല്ലെങ്കിൽ തൊട്ടു തലേന്ന് ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കൽ. ഇപ്പൊ പാലക്കാട്ട് എന്തുകൊണ്ട് വിവാദം ഉണ്ടാക്കേണ്ടി വന്നത്? ഇന്നലത്തെ കൊട്ടിക്കല്ലാശം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇന്ന് വിവാദം ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം അത്ര വലിയ ജനമുന്നേറ്റാണല്ലോ ഉണ്ടായത്. ഞങ്ങൾ 4 പത്രങ്ങൾക്ക് കൊടുത്തു, 4 കണ്ടന്റാണ് അല്ലേ? ഇന്ത്യന് കൊടുത്തതല്ല മാതൃഭൂമി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മനോരമയ്ക്ക് തന്നല്ലോ. എന്താ അന്നൊന്നും ചോദിക്കാതിരുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഫുൾ പേജ് പരസ്യം മനോരമയ്ക്ക് തന്നല്ലോ. ഞങ്ങൾ നിങ്ങളിപ്പോ മനോരമയുടെ ലേഖനം ചോദിച്ചല്ലോ, മുസ്ലിം പത്രമെന്ന് ചോദിക്കാവോ? അല്ല, നിങ്ങൾ അങ്ങനെ ചോദിക്കാവോ? ഒരു പത്രത്തെ, ഒരു ഡെയിലി ന്യൂസിനെ ഒരു മുസ്ലിം പത്രമായിട്ടാണോ ചിത്രീകരിക്കേണ്ടത്? അങ്ങനെ നിങ്ങളെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? മനോരമ പത്രത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഷാഫിയെ പോലെ ഒരാൾക്കല്ലാതെ ഇത്ര പച്ചയായി വർഗീയത പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. നോക്കൂ, SDP യുടെ കൈപിടിക്കുക, ജമാഅത്തിന്റെ തോള് കയറിയിരിക്കുക, എന്നിട്ട് പത്രങ്ങൾക്ക് മതം ചാർത്തി കൊടുക്കുക. ഇതൊക്കെ കേരളത്തിൽ ഒരാൾക്ക് സാമാന്യം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ? ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? പാലക്കാട്ടുകാർക്ക് ഇപ്പൊ തനി നിറം മനസ്സിലായി. അത് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഉള്ളടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞ സന്ദീപ് വാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും പുതിയതായി ചേർക്കുകയോ അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്തല്ലോ രാവിലെ. കേസ് കൊടുക്കട്ടെ, നിയമ നടപടി സ്വീകരിക്കട്ടെ.